കഷണ്ടി ഭംഗിയായി കൊണ്ടു നടന്ന ഒരു ഹീറോ ആയിരുന്നു ഭരത് ഗോപി. ഓഫ് സ്ക്രീനിൽ കഷണ്ടി തലയുമായി വരാൻ മടിക്കാത്ത ഏറെക്കുറെ നടന്മാരുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് രജനീകാന്ത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, വിഗ് എന്നിവ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന മലയാള നടന്മാർ. മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി ഇന്നും തുടരുന്ന മോഹൻലാൽ ഇടക്കാലം കൊണ്ട് തന്നെ വിഗ് ഉപയോഗിക്കുന്നുണ്ട്. മമ്മൂട്ടി ഇന്നും ചെറുപ്പം നിലനിർത്തുന്ന മനുഷ്യൻ. അദ്ദേഹവും ഇടക്കാലം കൊണ്ട് തന്നെ വിഗ് ഉപയോഗിക്കുന്നുണ്ട്. പൃഥ്വിരാജ് കരിയറിൻ്റെ തുടക്കകാലത്ത് തന്നെ ഹെയർ ലോസ് ഉണ്ടായ പൃഥ്വിരാജ് ഇടക്കാലം കൊണ്ട് വിഗ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ഇന്ദ്രജിത്ത് അനിയനെ പോലെ തന്നെ കഷണ്ടി കയറിയ താരമാണ് ഇന്ദ്രജിത്ത്. വിഗ് വെച്ചാണ് താരം മിക്ക സിനിമയിലും എത്താറുള്ളത്. കുഞ്ചാക്കോ ബോബൻ കഷണ്ടി കയറിയ ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചാക്കോ ബോബൻ. ഇടക്കാലം കൊണ്ട് തന്നെ ഹെയർ ലോസ് ഉണ്ടായ കുഞ്ചാക്കോ ബോബൻ അടുത്തിടെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ടൊവിനോ തോമസ് നെറ്റി കയറി തുടങ്ങിയ ടൊവിനോ തോമസും ഈ അടുത്തിടെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഉണ്ണി മുകുന്ദൻ കരിയറിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഹെയർ ലോസ് ഉണ്ടായ ഉണ്ണി മുകുന്ദൻ അടുത്തിടെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. സുധീഷ് ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ സുധീഷ് കഷണ്ടിയോടെയാണ് തിരിച്ചു വന്നത്. താരം സിനിമകളിൽ വിഗ് ഉപയോഗിക്കാറുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് സ്ഥിരമായി വിഗ് ഉപയോഗിക്കുന്ന നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. ബൈജു കഷണ്ടി കയറിയ ബൈജു വിഗ് ഉപയോഗിച്ചാണ് നടക്കുന്നത്. മനോജ് കെ ജയൻ കരിയറിൻ്റെ തുടക്കകാലത്ത് തന്നെ ഹെയർ ലോസ് ഉണ്ടായ മനോജ് കെ ജയൻ പലതരത്തിലുള്ള വിഗ് ഉപയോഗിച്ചാണ് സിനിമയിൽ എത്തുന്നത്. ബാബു ആന്റണി നിരവധി ആരാധകരുണ്ടായിരുന്ന ബാബു ആന്റണി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ എത്തിയപ്പോൾ കഷണ്ടിയായിട്ടാണ് തിരിച്ചെത്തിയത്. താരം മിക്ക സിനിമയിലും വിഗ് ഉപയോഗിച്ചാണ് അഭിനയിക്കുന്നത്.